خير من النوم. الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. പടച്ചറപ്പേ, എൻ്റെ കള്ളപ്പോൾ എൻ്റെ മക്കൾക്കും എനിക്കും ഒരു കുറവ് പോലും വരുത്തിയിട്ടില്ല. ഒരെത്തിയമായി എനിക്ക് ആരുമില്ല ചോദിക്കാൻ. ആകെയുള്ളത് ആരിസ്ക മാത്രം. എത്രയെന്ന് വെച്ചാൽ ആരിസ്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. എൻ്റെ മക്കളെ നല്ലപോലെ പോറ്റാൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ റബ്ബേ. അതുപോലെ കുട്ടികളില്ലാത്ത ആരിസ്കാക്കും ഷാഹിനത്താക്കും ഒരു കുട്ടി എത്രയും പെട്ടെന്ന് കൊടുക്കണേ റബ്ബേ. എന്റെ കുട്ടിക്ക് പാല് കിട്ടണല്ലേ? പഠിച്ചോനെ, ഇതും കഴിഞ്ഞോ? ആരാപ്പി അതിരാവിലെ? ആ, കൃഷ്ണേട്ടനോ? എന്തേ രാവിലെ തന്നെ? വരി, ഇരിക്കി. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അങ്ങനെ പോണു കൃഷ്ണേട്ടാ. ഇരിക്കി, ഞാൻ ചായ എന്തേലും എടുക്കാം. വേണ്ട മോളെ. കൃഷ്ണേട്ടപ്പോ വന്നത് മോളുടെ അവസ്ഥ കൃഷ്ണേട്ടൻ അറിയാനിട്ടല്ല. നിനക്കറിയാലോ, ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി ഒരുപാട് പൈസ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പലിശ പോലും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒരു 5-6 മാസത്തെ വാടക ഉണ്ട് ഇപ്പോഴും തരാൻ. അറിയ കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടൻ്റെ അവസ്ഥ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വീടിൻ്റെ കച്ചവടം ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. ഇത് വിൽക്കല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കൃഷ്ണേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഇന്ന് തന്നെ കടന്നു വിളിക്കട്ടെ. ഇക്ക എന്തേലും ഒരു വഴി കണ്ടോളൂ. മോൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതിട്ടാ. എന്താ കൃഷ്ണേട്ടാ, ഇക്ക അറിയാവുന്നതല്ലേ. അല്ല, എന്താ ജാനുവച്ചിയുടെ വർത്താനം? ഓൾക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ അവൾക്കിപ്പോൾ വലിയ വേവലാതി. നിന്നെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവള്. എന്നാ ശരി മോളെ, കൃഷ്ണേട്ട ഇറങ്ങ. ശരി കൃഷ്ണേട്ടാ, ചേച്ചിയോട് ഞാൻ അന്വേഷിച്ചായി പറയണേ. നമ്മൾ ആരിഫിന്റെ ഭാര്യയല്ലേ? ചേട്ടാ, ഒരു ലാക്ടോജൻ. അതെ, ഞാനിവിടുത്തെ വെറും ഒരു പണിക്കാരൻ മാത്രമാണ്. പറ്റുകാശ് ഒരുപാട് തരാണ്ട്. അതൊന്നും തീർക്കാതെ മുതലാളി സാധനം കൊടുക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിലേ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നാ മുതലാളി പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യാനെത്താത്ത? ഏയ്, അതിന്റെ ആവശ്യമൊന്നും വരില്ല. പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എത്തിക്കാം. ഇപ്പോ എൻ്റെ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാറില്ല. ശരി, പൈസ ഞാൻ വേഗത്തിക്കാം. താത്ത ഒന്ന് നിന്നേ. കുട്ടിയുടെ കാര്യല്ലേ, എന്തായാലും ഇത്ത കൊണ്ടായിക്കോ. ഇത്തൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ പറ്റില്ല എഴുതുന്നില്ല. ഇതിൻ്റെ കാശ് ഞാൻ കൊടുത്തോണ്ട്. എന്നാ എത്ത പൊക്കോളി. ശരി. എടാ നമ്മൾ ആരിഫിന്റെ ഭാര്യയില്ലേ പോണത്? അതെ അറിയാം. നീ എന്തിനാണ് നിന്റെ ശമ്പളത്തിന് പൈസ എടുത്ത് കൊടുക്കുന്നത്? ആരിഫിന്റെ ജ്യേഷ്ഠനല്ലേ ആരിസ്ക, അറിയോ? ആ, അയാളോട് വിളിച്ച് പറഞ്ഞാൽ മതി, അയാൾ കൊടുത്തോളും പൈസ. അതിന് എൻ്റെ കയ്യിൽ നമ്പറില്ല. നമ്പർ എൻ്റെ കയ്യിലുണ്ട്, നമ്പർ ഞാൻ തരാം, എടുത്തോ. 90 90 48 48 43 43 28 48. 48. ഓക്കെ, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ആ ആരിസ്ക, ഞാൻ കടയിലെ പയ്യനാണ്. ആരിഫ് കാടെ പറ്റുവാങ്ങുന്ന കട. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഇക്ക വിളിച്ചിട്ടുണ്ടാവുമല്ലേ? ഞാൻ ഫോൺ ഇവിടെ ചാർജിലിട്ടിട്ടാ പോയിണ്ടായിരുന്നു. ഞാൻ കുട്ടിക്ക് തന്നെ കൊടുക്കാം ആദ്യം പോയിട്ട്. ഹലോ, അല്ലടി, കഴിഞ്ഞ 2 മാസമായിട്ട് റസിയാടെ വീട്ടിലേക്ക് സാധനം ഒന്നും കൊടുത്തില്ല നീ? ഞങ്ങളോട് പറയാൻ മറന്ന്. അവിടെ സ്ഥിരമായിട്ട് സാധനം കൊടുക്കണ ആ ചെക്കല്ലേ, ഓമ്പടല്ല, ഓൻ ഗൾഫ് പോയി. എന്നാ കാര്യം നീ തുറന്ന് പറയണ്ടേ? നിന്നൊക്കെ വിശ്വസിച്ചേ എന്റെ പണം ഇനി ഒന്നും നിന്റെ പറയാൻ നിൽക്കണ്ടട്ടാ. ഞാനോട് വരട്ടെ, കാണിച്ചു തരാം. ഇക്കാനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. എന്നിട്ട് വിളിച്ചാ? മോളെ, നിന്നെന്നും ഞാൻ ഒരു അനിയത്തിനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. പടച്ചോനെ ഇതുവരെ എനിക്ക് ഒരു മക്കളെ തന്നിട്ടില്ല. ഇതിപ്പോ എൻ്റെ ആരിഫിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതെൻ്റെ മക്കളല്ലേ. എന്നിട്ട് ആ പൈതലിനൊരു ലാക്ടേഷൻ വാങ്ങാൻ വേണ്ടി എൻ്റെ മോൾ എന്തിനാ മറ്റൊരാളെ മുന്നിൽ അരക്കണ്? ഒന്ന് വിളിച്ചാ പോരെ? ഈ കാലം ഇക്ക എത്രയെന്ന് വിചാരിച്ചിട്ട് അക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്ക. ഇന്ന് രാവിലെ കൃഷ്ണേട്ട ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട് വിൽക്കാൻ പോവാത്രേ. എൻ്റെ ജോലിയുടെ കാര്യം മിക്കവാറും ഈ ആഴ്ച തന്നെ റെഡിയാവും. അതെ, ഇനി ജോലിക്കും പോണില്ല. കൃഷ്ണന്റെ ഒക്കെ അവസ്ഥ എനിക്കറിയാം. അതൊരു പാവ. അല്ല, മക്കളൊക്കെ എന്തി? അവരൊക്കെ സ്കൂളിലേക്ക് പോയിക്കണേ. അതെ, ഇപ്പൊ അത്യാവശ്യം സാധനങ്ങൾ എടുക്കാനുള്ള കിടക്കും. മോനെയും കൂട്ടി വണ്ടി കയറാൻ നോക്ക്. നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ബാക്കി സാധനമൊക്കെ ഞാൻ വണ്ടി വിളിച്ചെത്തിച്ചോണ്ട്. മക്കളെ ഞാൻ വൈകുന്നേരം ഞാൻ കൂട്ടി കൊടുത്തോണ്ട്. എന്താ എനിക്കൊരു അമാന്തം? ചെല്ലേ. ഹലോ കൃഷ്ണട്ടാ. ഞാൻ ആരിസ. ആ പറയും മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം കൃഷ്ണട്ടാ? സുഖമായിട്ട് പോണു. എന്തൊക്കെയാണ് ചേച്ചിയുടെ വർത്താനം? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോനോട് റസി എന്തായാലും പറഞ്ഞിരുന്നോ? കൃഷ്ണട്ടാ, ഞാനിപ്പോൾ അവിടെ ഉള്ളത്. ആരിസേ, കൃഷ്ണേട്ടൻ്റെ അവസ്ഥ അത്രയും മോശമാണ്. ഒരു വിധമാണെങ്കിൽ ഞാൻ ആ വീട് വെക്കില്ലായിരുന്നു. എനിക്കറിയാം കൃഷ്ണട്ടാ. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ എത്ര മാസത്തെ വാടക തരാനുള്ള കൃഷ്ണന്? അവളുടെ കാര്യങ്ങൾ കൃഷ്ണൻ അറിയുന്നല്ലേ. എന്ത് വിഷമുണ്ടെങ്കിലും ആരോടും പറയില്ല. മോനെ, റസിയ ആരിഫും എനിക്കെൻ്റെ മക്കളെ പോലെ തന്നെയാണ്. വാടകയ്ക്ക് വേണ്ടിയല്ല ഞാനവിടെ പോയത്. ആ തുക കിട്ടിയിരുന്നാലും
എനിക്കൊന്നും ആവില്ല. അതുകൊണ്ട് വാടകയുടെ കാര്യം ഹാരിസങ്ങ് വിട്ടേക്ക്. അതല്ല കൃഷ്ണേട്ടാ. മറിച്ചൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഹാരിസ് ഇപ്പോൾ അവർക്ക് താമസിക്കാൻ നല്ലൊരു ഇടം കണ്ടുപിടിക്കുക. എന്തിനാ കൃഷ്ണേട്ടാ? എൻ്റെ വീട് അവിടെ ഉള്ളപ്പോൾ വേറൊരിടം, അത് അവരുടെയും വീടല്ലേ? അതെ, ഞാൻ അവരെ അവിടെ കൊണ്ടുപോകും. ഗുരുവായൂരപ്പ, അതാണ് മോനെ ഏറ്റവും നല്ലത്. എത്ര കാലം എന്ന് വെച്ചാൽ ആ കുട്ടികളെയും വെച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടെ ആകുമ്പോൾ നിന്റെ ഭാര്യയും മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അത് അവൾക്ക് സന്തോഷമാവും. എന്നാ ശരി കൃഷ്ണേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. ഇന്നാണ് റഫീഖിന്റെ നിക്കാഹ്. മോളെ റെഡി ആയിരിക്കട്ടാ, കാന്ന് പോയിട്ട് വരാം. ഒക്കെ വൈകില്ലല്ലോ, റഫീഖിന്റെ നിക്കാഹ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കഴിഞ്ഞു. ഇക്ക, ആ നമ്മൾ പുതുതായിട്ട് പണിയുന്ന വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ആ അതിനെന്താ, പണിക്കാർ ഈ ആഴ്ച തന്നെ വരാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആരിഫിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ വീട്, അതിനി വൈകിച്ചൂടാ. പണിയെല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങളവിടെ താമസാക്കണം. ഇക്ക, അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? അതൊന്നും ഇപ്പം ഇങ്ങനെ നോക്കണ്ട. എൻ്റെ ആരിഫിൻ്റെ ആഗ്രഹത്തിന് വലുതൊന്നുമല്ലോ പൈസ ഒന്നും. നീ ഇറങ്ങിയിട്ട് വേട്ടാ, ഒന്ന് രണ്ട് കോൾ ചെയ്യാണ്ട്. ഈ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം. ഗൾഫെല്ലാം മതിയാക്കി ദാ ഈ സിറ്റൗട്ടിൽ ഒരു ചാരു കസേരയും ഇട്ട് റസിയ ഒരു കപ്പ് ചായ എടുത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക. ഞെളിഞ്ഞിരിക്കണതൊക്കെ കൊള്ളാം, പക്ഷേ ചായ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. റസി, പേടിച്ചു പോയോ? അതേടി, നിന്റെ ആരിഫ് ഖാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്. ഞാനും നീയും മക്കളും എല്ലാവരും ഒരുമിച്ച് വാഴാൻ ആഗ്രഹിച്ച ദുനിയാവിലെ സ്വർഗം. അത് സാധിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റസി. വിശ്വസിക്കാൻ കഴിയില്ല.
ഇത് സ്വപ്നാണോ? ദാ, നോക്ക് നമ്മുടെ മോനെ. ഇതുവരെ നമ്മുടെ മോനെ കണ്ടിട്ടില്ലല്ലോ. മോനെ നോക്കടാ, മോന്റെ പത് വന്നിട്ട് അല്ല, ആരിസ്ക്ക് അങ്ങോട്ട് വന്നില്ല? ഇല്ല, കാറിലുണ്ട്. നമ്മുടെ വീട് പണി തുടങ്ങാനുള്ള ഏർപ്പാടൊക്കെ ഹാരിസ്ക്ക് ചെയ്തിട്ടുണ്ട്. പാവാണ് എൻ്റെ ഇക്ക. ഉപ്പാനെ കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത എനിക്ക് ഉപ്പയും ഉമ്മയും ഇക്കയും അതിലുപരി ഒരു നല്ല സുഹൃത്തും കൂടിയായിരുന്നു എൻ്റെ ഇക്ക. അതുപോലെ തന്നെ നിനക്കറിയാവുന്നല്ലേ, ഞാൻ നോക്കാറുള്ള 4 അമ്മമാർ. എന്ത് പ്രതിസന്ധി വന്നാലും അവരുടെ കാര്യങ്ങൾ ഞാൻ മുടക്കാറില്ല. അതെനിക്കറിയാവുന്നതല്ലേ ഇക്ക. ഇക്ക കൊടുക്കണ അത്ര ഇല്ലെങ്കിലും എന്നെ കൊണ്ടാവും വിധം സ്വരൂപിച്ചിട്ട് ഞാൻ അവിടെ എത്തിക്കാറുണ്ട്. നല്ല കാര്യം. ആ അല്ല, ഇക്ക വരുന്നുണ്ടല്ലോ. ഇക്കതേ കളിപ്പിക്കല്ലേ. അത് ശരി, നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്ക. ആരിഫ്ക, ആരിഫ്ക, ആരിഫ്ക. ആരിഫ്ക, എന്താ നിനക്ക് പ്രാന്തണ്ടാ? നിങ്ങൾ വന്നേ. ആരിഫ്ക, നിനക്ക് എന്താ പറ്റി? ആരെ കണ്ടതാ നീ പറയുന്നത്? ആരിഫ്കാരെ എന്തേ? ഞാൻ കണ്ടതാ. ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ നീ പറയണേ? നിനക്ക് തോന്നിയതാണ്. അല്ലക്ക, ഞാൻ പറഞ്ഞ സത്യ. ഇക്കാന്റെ കാര്യമൊക്കെ ചോദിച്ചു. ആരിഫ്ക, 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 നിങ്ങൾ എവിടെ പോയി? മോളെ, ആരിഫ്ക, അതെ, ഞാൻ പറഞ്ഞത് കേക്ക്. നമുക്ക് പോവാം. നീ വാ. കണ്ടതാ, ഞാൻ പറഞ്ഞ സത്യ. എന്റെ മോനെ കണ്ടതാ. കല്ലടാ, മൂത്താപ്പനോട് പറഞ്ഞു കൊടുക്കടാ. പല കണ്ട് പറഞ്ഞു കൊടുക്കടാ. തോന്നിയതാ. അല്ല, ഞാൻ കണ്ടതാ. ഞാൻ കണ്ടതാ. അയ്ക്കാ. മോളെ, ആരിഫിനെ എപ്പോഴും മനസ്സിൽ ഓർത്തോണ്ടിരുന്നിട്ട് മോൾക്ക് തോന്നിയതാവും ഇതൊക്കെ. അവൻ നിനക്ക് 3 പൊന്നും പോലത്തെ മക്കളെ തന്നിട്ടല്ലേ പോയത്? അതും ആൺകുട്ടികൾ. ഇനിയുള്ള കാലം അവരെ നോക്കി ജീവിക്കാൻ നോക്ക്. ഇക്ക, എന്തേ? ആരിഫ്ക്ക് ഇതുവരെ മുടക്കിയിട്ടില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ അമ്മത്തണലുള്ള 4 അമ്മമാരുടെ കാര്യമൊക്കെ നോക്കിയിരുന്നത് ഇക്കായിരുന്നു. അതിനെന്താ മോളെ, തുടർന്ന് ഒരു മുടക്കം വരില്ല അതിന്. അത് ആരെ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. അതൊന്നും ഓർത്ത് ഈ വിഷമിക്കണ്ട. മോനെ, അസ്സലാമു അലൈക്കും. മോനെ, പിന്നെ റസിയാൻ്റെ മക്കളെ ഇക്കാൻ നല്ല വീട്ടിലേക്ക് വിളിച്ചോടുന്നു. അത് അവരോടെയും വീടല്ലേ. പിന്നെ ഇത്താൻ്റെ കാര്യം നിനക്കറിയുന്നല്ലേ, അതിപ്പോഴൊരു പൊട്ടി തന്നെ. അവൾക്ക് ഇതൊരു കുഞ്ഞിക്കാലി കാണാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കുഴപ്പം അവരോട് എത്തിക്കഴിഞ്ഞാൽ ഓൾക്കൊരു സന്തോഷമാവും. പിന്നെ വീടിൻ്റെ പണിയുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇക്കതിൻ്റെ പണി തീർക്കും. പിന്നെ
നാളെയാണ് നമ്മളെ പൊന്നും മാടാണ്ട് എനിക്കിഷ്ടപ്പെട്ട നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കും. നമുക്ക് പോട്ടെ. അസ്സലാമു അലൈക്കും. ഇക്ക അസ്സലാമലൈക്കും. ആ ലാലായിരുന്നോ? പിന്നെ ആരിഫിന്റെ വീടിന്റെ തേപ്പിന്റെ പണിക്കാർ നാളെ വരൂട്ടാ. ആ അവരോട് ഏതായാലും വരാൻ പറയും. പിന്നെ പെയിന്റ് പണിക്കന്നെ തരണട്ടാ. പെയിന്റിന്റെ കാര്യല്ലേ അത് പിന്നെ ആലോചിക്കാം. ആ എന്നാ ശരി. ഈ എന്താ ഇവിടെ? ഞാനിപ്പാടെ ഖബർസ്ഥാനിലൊന്ന്. ശരി എന്നാ. അസ്സലാമലൈക്കും. ഇസ്ലാം. മോളെ ആരിസില്ല ഇവിടെ? കരീംക്കോ? ആരിസ്ക ഓഫീസിലാ, വരെ ഇരിക്കേ. ഇക്ക നിങ്ങൾ എപ്പോഴാ വന്നേ? ഞാൻ 2 ദിവസമായി മോളെ. ആ അല്ല റസിയും കുട്ടികളൊക്കെ എവിടെ? ഓളും മക്കളും അകത്തുണ്ടിക്കാ, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. ആ ആ റസിയ, ആ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതെപ്പ കഴിയുത്താ? ഈ ആ കയ്യും മുഖവും നന്നായി കഴുകിയിട്ടേ മുമ്പാടത്തേക്കില്ലേ നമ്മളെ കരീംക്ക വന്നിട്ടുണ്ട്. ആണോ? അസ്സലാമലൈക്കും കരീംക്ക. വലൈക്കും സലാം. എന്നങ്ങള് വന്നേ? 2 ദിവസമായി മോളെ. എന്താ ആന്റി മക്കളൊക്കെ വർത്താനോ? സുഖാണിക്ക. മക്കളൊക്കെ എന്തിയേ? ചെറുത് കിടന്ന് ഉറങ്ങാ, മറ്റുള്ളവരെ കൂടെ ഫോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ ഡാ, ഇത് എൻ്റെ ഉപ്പാൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാ. ഈ ഇന്നറിയോ? എൻ്റെ ഉപ്പാന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാ. റസിയ, ഇത് നിനക്കായി സ്പെഷ്യലായിട്ട് ഓൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാ. മോളെ, ഇത് ഞാനും ആരിഫും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയുടെ ആൾക്കാർ പിരിച്ചെടുത്തിട്ടുള്ള കുറച്ച് പൈസയാണ്. ഇതും കൂടെ തരാനാണ് ഞാൻ മോളെ അടുത്തേക്ക് വന്നത്. കരീം കാക്ക് ഒന്നും തോന്നണ്ട. എനിക്ക് 3 ആൺകുട്ടികളല്ലേ, അവര് വളർന്ന് വലുതാവുമ്പോ മക്കൾക്ക് ചിലപ്പോൾ തോന്നിയാലോ ഇങ്ങനെയുള്ള നന്മ മരങ്ങളാണ് അവരെ വളർത്തിയതെന്ന്. അതെനിക്കിഷ്ടല്ല. എൻ്റെ ആരിഫ് കാക്കും പൊരുത്തുണ്ടാവൂല. അതുകൊണ്ട് ഇത് ഇക്കവരെ തിരിച്ചൊളിപ്പിച്ചോളി. ഇക്ക വേണ്ട മോളെ. അതാ നല്ലത് കരീംക്ക. നിങ്ങൾക്ക് എന്താ കുടിക്കാടിക്കണ്ടേ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ. എനിക്ക് 1-2 വീട്ടിലും കൂടെ കയറാനുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കരീമിക്കാനോ വിളിക്കാൻ മറക്കരുതിട്ടാ. എന്നാ ഞാൻ ഇറങ്ങാട്ടാ.
അടുത്ത മാസം മിക്കവാറും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ എന്താ എൻ്റെ മോക്ക് കൊണ്ടുവരണ്ടേ? ആ, ഒന്നും വേണ്ടെന്നാ, അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒന്ന് പറ. ദസ്ബിയോ? അത് മതിയോ? ഓക്കെ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടാ. ഇന്നലെ മൂത്താപോണെന്ന മുട്ടായ എവിടെ? അതാ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, പോയിട്ട് മക്കും വേണം. അനക്കുള്ള ഇല ഇന്നലെ തന്നത്. കാണുന്നില്ലല്ലോ ഇവിടെ എവിടെയും. ഇതിപ്പോ എവിടെ? മൂത്തമ്മ, ഇത് ഇന്ത്യ മുട്ടായല്ലേ? മൂത്തമ്മ, ഒരു ചെറിയ കഷ്ണം എന്താ മൂത്തമ്മ? മോനെ, എന്ത് പറ്റിയത്? മൂത്തമ്മ നൊണ്ടിട്ടതാ. ഞാൻ ഫോണിലൊരു ഫോട്ടോ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓൻ കയറി വന്നു. അപ്പൊ ഞാനവിടെ മാറ്റി നിർത്തി. അവിടെ വീണ്. എന്താ മോനെ നീ എന്തിനപ്പോ മൂത്തമ്മ അടുത്തേക്ക് പോയത്? മൂത്തമ്മ എന്റെ മുട്ടായി എടുത്ത് തന്നു. പോട്ടെ, സാരല്ല. മൂത്താപ്പ വന്നാലേ ഇപ്പൊ മൂത്താപ്പാനെ കൊണ്ട് മുട്ടായി വിപ്പിച്ചുണ്ട് കേട്ടാ. കരയണ്ട കേട്ടോ. എവിടെ നോക്കിയാലും തീടത്തിന്റെ മൂത്രത്തിന്റെ മണാണ്. എടീ, ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എനിക്ക് മണക്കണമെന്നില്ലല്ലോ. ഓ, നിങ്ങൾക്ക് മണക്കൂല. പിന്നെ നിങ്ങളെ മൂക്കിനകത്ത് ഇതേ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട. എന്താടിത്? ഓ, വന്ന അന്ന് തുടങ്ങിയതാ. ഇതൊന്ന് മനസ്സിലാക്കണട്ടാ, വാപ്പില്ലാത്ത മക്കളാണത്. മക്കള് എന്താ രണ്ടെണ്ണത്തിന്റെ വികൃതി? സ്കൂള് വിട്ട് വന്നാ പിന്നെ ഒരു സ്വൈര്യവും ഇല്ല. ഞായറാഴ്ചത്തെ കാര്യം പിന്നെ പറയും വേണ്ട. എടീ, കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണല്ലേ? അതൊക്കെ ഒരു രസമായിട്ട് എടുക്കണ്ട നീ. രസം? നിങ്ങക്ക് രസം കുട്ടികളോടോ അതോ അവളോടോ? എന്ത് പറഞ്ഞോടി നീ? എന്റെ അനിയന്റെ പെണ്ണിനെ കുറിച്ച് എങ്ങനെ പറയാൻ തോന്നി? വെറുതല്ലടി ഉടച്ചൊന്ന് എനിക്കൊരു കുഞ്ഞിനെ. നീ ഒരു മച്ചിയടി, വെറും മച്ചി. മച്ചിയാണല്ലേ? മച്ചി കാണിച്ചര നിങ്ങക്ക്. മച്ചിയാണല്ലേ വിളിച്ച മച്ചി. അതെ, ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. ഹാരിസ്ക കുട്ടികൾക്ക് കുറച്ച് മിഠായി കൊണ്ടുവന്നിരുന്നു. അത് താത്ത എടുത്ത് തിന്നു കളഞ്ഞ്. പിന്നെ മോൻ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇത്താത്ത തള്ളിയിട്ടെന്നോ. കള്ളി മിണ്ടാപ്പൂച്ച കലോടച്ചല്ലോ.
ഇപ്പൊ ഇവക്ക് കാര്യമായിട്ട് എന്തോ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ആരോടും പറയാം. കയ്യോടെ പിടികൂടിയിട്ട് എല്ലാരോടും പറയാം. എന്താടി നിങ്ങൾ മാത്രം ഇവിടെ സൂചിച്ചെടുക്കണ്ട, അവിടെ നീ കിടക്കി. എന്തേ സോഫനോടെ മൂട്ടണ്ട മൂട്ടെല്ലാം കൂടെ വെട്ടി പെണ്ണ്. ഇപ്പൊ പറഞ്ഞാലോ? അല്ലേ വേണ്ട, എന്തെങ്കിലും തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാം. കാണിച്ചരാട്ടി എനിക്ക്. എന്തായി, ചായന്റെ പണിയൊക്കെ കഴിഞ്ഞാ? ഓ കഴിഞ്ഞെത്താ. ആരിസ്ക കുളിച്ചു വന്നിരുന്നെങ്കിലേ ചായ എടുത്തു വെക്കാം. ആ, കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. അതല്ല, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എന്ത് വിശേഷത്താത്ത? എന്താ കൊറേ നാൾക്ക് കാണുന്ന പോലെ? ഏയ് ഒന്നുമില്ല, ചില മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലത്താ, ഇന്നല്ലേ നിങ്ങൾ വീട്ടിൽ പോവാന്ന് പറഞ്ഞത്? ഞാൻ പോയിട്ട് വേണം നിനക്ക് നിന്റെ മറ്റവനെ വിളിച്ച് വീട്ടിൽ കിട്ടാൻ. നിന്റെ വീട്ടിലൊന്നും നടക്കില്ലടി. എന്തേലും പറഞ്ഞോ? ഞാനേ വീട്ടിൽ പിന്നെ പോവാന്ന് വിചാരിച്ചു. ഈ കക്ക് ചായ എടുത്തേക്ക്. ഈ തക്കപ്പത് എന്താ പറ്റി? എന്തായാലും ആവട്ടെ. കാണിച്ചിട്ടടി. ഇങ്ങോട്ട് വാ മനുഷ്യ. എന്താണ്? ഓ, അവളെ പറ്റി പറയുമ്പോ നിങ്ങക്ക് 100 നാക്കായിരുന്നല്ലോ. തൊല്ലുള്ള ഞാനും. എന്താ ഈ പറയണേ? ഞാനൊന്നും പണഞ്ഞില്ല. എന്താ പണിന്ന് ഞാൻ കാണിച്ചു തരാം. എന്തൊരു കഷ്ടമാണ്. ശബ്ദം ഉണ്ടാക്കാണ്ട് ഇറങ്ങി വരും. ഒന്ന് പറയണത് നടക്കുകയുണ്ട്. വരുന്നില്ലത്. പിന്നെ ഇവിടെ താത്താക്ക് എന്തോ ചെറിയൊരു സംശയം കിട്ടിയ പോലെ. ഒന്നുമില്ല, ഇന്ന് രാവിലെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു. ടോട്ടലി സംതിങ്. കണ്ട, ഇംഗ്ലീഷ് വലിയ പുള്ളിയാ. അതെ, നമ്മൾ സംസാരിക്കുന്നപ്പോ താത്ത കേട്ടുണ്ടാവോ? ഇനിയിപ്പൊ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഉമ്മയോ? എപ്പോഴും തന്നെയാ ചിന്ത. വേണോ? മതി മതി, കേട്ടത് മതി. കേട്ടപ്പോ മാത്രം പ്രസാദം കണ്ടു. ചെലക്കും. ഓ, അപ്പൊ ഇങ്ങക്ക് ഇപ്പോഴും ഇന്റെ ചെലയാണ് പ്രശ്നം. ഓളാ ചെല നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലേ? ഓ, ഒരു എന്നാലും കൊന്നാലും ഇല്ല. നാളെ തന്നെ അവളെയും മക്കളെ ഇവിടെ ഇറക്കി വിട്ടോണം. താരിക്കേ, ഇതൊരു പക്ഷെ എൻ്റെ ഭാര്യനോട് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. എടാ ആരിസേ, ഇതിപ്പോ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രായം അതല്ലേ. അതിന് എന്തൊക്കെയായിരുന്നാലും അവൾക്കുണ്ടാവില്ലേ വികാരം വിചാരം ഒക്കെ. അതുകൊണ്ട് നീ എന്ത് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ എല്ലാം കേട്ടും കണ്ടും അവൾ ഒത്താശക്ക് കൂട്ടി നിൽക്കണ. അതൊന്നും അല്ല എൻ്റെ ആരിസേ. നമുക്കവളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാം. പിന്നെ അവളൊരു എത്തിയും കുട്ടിയായ സ്ഥിതിക്ക് നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. നീ പോയിട്ട് അവളോടൊന്ന് സംസാരിക്കും. ഞാനിപ്പോൾ എങ്ങനെയാണ്? നിനക്കേ ഇത് നടക്കൂ. വെറുതെ ഒരു ചീത്തപ്പേര് കൽപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത് നമുക്കും നമ്മുടെ സമുദായത്തിനും. അതെ,
ഇപ്പം അങ്ങോട്ടൊന്നും വരണ്ട, ഞാനൊന്ന് പോയി സംസാരിച്ചു തരാം. ആ എന്താ ഞാൻ കൂടെ വന്നാല്? എൻ്റെ അത് കിട്ടുമായിരിക്കും കേട്ടോ. ആ അതല്ലേലും ഇടയ്ക്കിടയ്ക്ക് കിട്ടണല്ലേ. എടി എൻ്റെ ഒന്ന് കിട്ടാതെ എനിക്ക് ഉറക്കം വരില്ലേ? ദയവ് ചെയ്ത് അങ്ങോട്ട് വല്ലട്ടാ പ്ലീസ്. എന്ത് ചോറ് ഒരു വലിയ പഞ്ചായത്താര്. ആ മക്കളെ കുറങ്ങിയാ? ആ ഉറങ്ങി. നീ ഒന്ന് അങ്ങോട്ട് വാ. ഇരിക്കേ. മോളെ, നമ്മളെ വീട് പണിക്ക് ഏകദേശം കഴിയാറായി. പക്ഷേ അതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാ സമയത്തും വന്ന് മോളെയും മക്കളെയും കാര്യമൊക്കെ നോക്കാൻ ഇക്കാക്കൊന്നും നോക്കാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഇക്ക ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അത് മോളൊന്ന് അനുസരിക്കണം. എന്തേക്കാ? മോൾക്കിപ്പോൾ 3 കുട്ടികളായിരുന്നല്ലേ ഉള്ളൂ, പ്രായം ചെറുതല്ലേ. അതുകൊണ്ട് മോള് മറ്റൊരു വിവാഹം കഴിക്കണം. ഇക്ക, നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ എന്റെ ആരിഫ് ഖാന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഇക്കക്ക് എങ്ങനെ ഇതിനോട് പറയാൻ തോന്നിയത്? ആരിഫ് ഖാൻ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്, എന്നെ വിട്ട് പോയിട്ടില്ല, എന്റെ ഒപ്പുണ്ട്. അല്ലാതെ ഈ കുട്ടികളെ വെച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ നീ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നിനക്ക് മറ്റേ ഇക്ക മതി. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ് കട പ്രശ്നമെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ ഇവിടുന്ന് പൊക്കോളും. ഇക്കാര്യം പറഞ്ഞു മാത്രം ഇക്ക എന്റെ അടുത്തേക്ക് വരരുത്. ഇക്ക നിങ്ങളുടെ വരി. നിങ്ങളെ ഓളോട് പുലമ്പിയിട്ട് ഒരു കാര്യമില്ല. ആ യത്തിങ്കാനയിലെ മുസ്ലിയാമാരോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയും. ഓര് പറഞ്ഞ ഓള് കേൾക്കും. അതുകൊണ്ട് ഇനിയും വൈകിച്ചൂടാ, അത് ക്ഷീണ. ഞങ്ങൾക്ക് മാത്രമല്ല, അത് നമ്മുടെ സമുദായത്തിനോട് ബാധിക്കും. ആ അത് ശരിയാ. അതെ ഉസ്താദെ, അവർക്ക് സ്വന്തക്കാരെന്ന് പറയാൻ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഉസ്താദ് തന്നെ പോയിട്ട് അവളോട് കാര്യം അവതരിപ്പിക്കും. കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് നമ്മളൊന്ന് പോയി സംസാരിച്ചു നോക്കാം. നിങ്ങളുടെ പേര് എല്ലാരും പേര് ഓളെ റൂമിൽ സംസാരം കേൾക്കട്ട്. ആ ചെങ്ങായിക്കാ വിളിക്കണ തോന്നുന്നുണ്ട്. വരി വരി. പിന്നെന്ത് പറയാനാ? അല്ല, ഇന്ന് ആള് മൊഞ്ചനായിക്കണല്ലോ. കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
എന്റെ കളി തീർന്നു. നിങ്ങൾ കണ്ട ഇതെനിക്ക് ഫറലാണ്. അടുത്തായിരിക്കാൻ അവൾ സംസാരിക്കുന്നത് അവനോടാണ്. ആരോട് ആരോട് സംസാരിക്കുന്ന കാര്യം നീ പറയണത്? അതെടാ നമ്മുടെ ആരിഫിനോട് സംസാരിക്കും. എന്തൊക്കെ മോനജി പറഞ്ഞു ആരിഫിനോട് സംസാരിക്കേ? അതെ ഉസ്താദ്, ഇത്രയും നാളവൾ എന്റെ ആരിഫിന്റെ റൂഹിനോട് സംസാരിക്കും. അതെ, നമ്മൾ സംസാരിക്കുന്നപ്പോ താത്ത കേട്ടുണ്ടാവോ? ഏയ് ഇല്ലല്ലേ. ഇനിയിപ്പൊ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഉമ്മ തരോ? എന്നിട്ട് ഉമ്മ എപ്പോഴും തന്നെയാ ചിന്ത. വേണോ? വാലേക്കും സലാം. മോനെ നീ മോനെ അറിയാതാണെങ്കിലും കുറച്ച് ദിവസം മോനെ ചെയ്യാൻ സംശയിച്ചു പോയടാ. നീ ഇതുവരെ അവളെ കരയിപ്പിച്ചില്ലെന്ന് എനിക്കറിയാം. എന്റെ കാരണത്ത് ഇന്നലെ അവൾ ഒരുപാട് കരഞ്ഞടാ. അതൊന്നും സാരില്ല. ഇക്കാക്കറിയാലോ അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു എന്നത് അവൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. മറ്റൊരു വിവാഹത്തിന് ഇക്ക അവളെ ഇനിയും നിർബന്ധിക്കണം. ഇൻഷാ അല്ലാഹ് അവൾ സമ്മതിക്കും. എനിക്കറിയാം. എൻ്റെ മക്കളെയും അവളെയും പൊന്നുപോലെ ഇക്കാ നോക്കുന്ന എനിക്കറിയാം. നമ്മളുടെ ഉപ്പമ്മയും മരിച്ചപ്പോൾ എൻ്റെ ഇക്കയാണല്ലോ എന്നെ വളർത്തി വലുതാക്കി. ഭാവിയിൽ എൻ്റെ മക്കളുടെ വളർച്ചയ്ക്ക് അവൾക്കൊരു സഹായം കൂടിയേ തീരൂ. Alfe, da, Alfe,
നമ്മുടെ തൊട്ടരികിൽ അദൃശ്യമായൊരിടത്തിൽ അവരുണ്ടാകും. നമ്മുടെ ചെറുചലനങ്ങൾ പോലും അവർ